ഹായ് മലയാളീസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇത് എന്താണെന്നറിയോ? ഇതാണ് ഡാൻഡലിയോൺസ്. ഇതിപ്പോൾ നമ്മുടെ ഇവിടെ കാട് പിടിച്ച് കിടക്കുന്ന, അല്ലെങ്കിൽ കാടായിട്ട് നമ്മൾ കള ആയിട്ട് കരുതുന്നൊരു കാര്യമാണ്. വീഡ്സ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് നിറച്ചും ഈ ഒരു സമയത്ത് നിറച്ചും ഇതുപോലെ ഇങ്ങനെ ഇവിടെ ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലും നമ്മൾ അതായത് മുറ്റത്തൊക്കെ ഇപ്പോഴൊക്കെ എല്ലാവരും മുറ്റമൊക്കെ സിമെൻ്റൊക്കെ ഇട്ട് വെച്ചിരുന്നുകൊണ്ട് മുറ്റം കുറവായിരിക്കും. എന്നിരുന്നാലും മുറ്റത്തൊക്കെ നല്ല ഇടയ്ക്കൊക്കെ വളർന്നു വരുന്ന പല ചെടികളോ അല്ലെങ്കിൽ ഇലക്കറികളായിട്ടൊക്കെ നമ്മൾ കൂട്ടുന്ന, അല്ലെങ്കിൽ പല ഉപയോഗമുള്ള കാര്യങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒന്നാണിത്. ചിലയിടങ്ങളിലൊക്കെ ഇതിൻ്റെ ഇല അതൊരു വെജിറ്റബിളിൻ്റെ ഇടത്ത് വയ്ക്കാറുണ്ട് എന്ന് പറയും, സലാഡായിട്ട് ഉപയോഗിക്കും. അതുപോലെയൊക്കെ ഇവിടുത്തെ മാർക്കറ്റിലൊന്നും അത് കടയിൽ വാങ്ങിക്കാൻ കിട്ടില്ല. എന്തായാലും പുറത്ത് ഇതുപോലത്തെ സ്ഥലമൊക്കെ ഉള്ളിടത്ത് നിറച്ചും ഇതുപോലെ ഡാൻഡലിയോൺസ് വന്ന് നിൽക്കുന്നുണ്ടാവും, തന്നെ വളർന്ന് നിൽക്കുന്നുണ്ടാവും. നമ്മളിപ്പോൾ ജസ്റ്റ് കുറച്ച് പൂക്കൾ മാത്രം എടുക്കാവുന്നതാണ്. ഇതിൻ്റെ പൂക്കൾ കൊണ്ട് പല ഉപയോഗങ്ങളും ഉണ്ട്. അപ്പോൾ അതായത് ഇത് വെച്ചിട്ട് നമുക്ക് ചായ ഉണ്ടാക്കാം, ഡാൻഡലിയോൺ ടീ എന്ന് പറയും. അതുപോലെ തന്നെ വേറെ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ജ്യൂസാണ്. അപ്പോൾ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഓറഞ്ചിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ പൂവും കൂടി ഇട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഓറഞ്ച് ജ്യൂസിൻ്റെ കൂട്ടത്തിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓറഞ്ച് ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പൂവ് എടുക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയത്. ഇത് നമ്മളിപ്പോൾ ഇവിടെയൊക്കെ അതായത് പുറത്തുനിന്നും ആളുകൾ ഇതേപോലെ പറിക്കാറുണ്ട്. എല്ലാവരും ഒന്നുമല്ല, ഇതേപോലെ പ്രകൃതി നമുക്ക് തരുന്ന കുറേ വിഭവങ്ങളുണ്ട്. നമ്മൾ തീരെ ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്ന പല കാര്യങ്ങളും. അത് നമുക്ക് പല കാര്യങ്ങൾക്കും നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ പലതിനും ഉപയോഗിക്കാവുന്ന ഒന്നാണ്, എന്നാലും നമ്മൾ ഉപയോഗിക്കാറില്ലാത്ത ഒന്ന്. അപ്പോൾ നമ്മൾ കുറച്ച് ഡാൻഡലിയോൺസ് പറിച്ചിട്ട് പോയിട്ട് ഓറഞ്ച് ഉണ്ട്, അപ്പോൾ ഒരു ഓറഞ്ച് ജ്യൂസ് ആക്കി കുടിക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാം. ഇതപ്പോൾ നമ്മൾ അകത്ത് വന്നു, ഒരു 6 ഓറഞ്ചസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏകദേശം ഇത്രയും ഡാൻഡലിയോൺസ് പറിച്ചു. ഇത് കുറച്ചുണ്ടായിരുന്നുള്ളൂ, ഒരു 5 മിനിറ്റ് ഇത് പറിക്കാൻ സമയമെടുത്തിട്ടില്ല. അപ്പോൾ ഇതും ഓറഞ്ചും കൂടിയിട്ട് നമുക്ക് ജ്യൂസ് അടിച്ചു കുടിക്കാം. ഇപ്പം നമ്മൾ ഡാൻഡലിയോൺസ് ഇതേപോലെ ഇതിലേക്ക് ഇടുക. അത് നിങ്ങൾക്ക് എളുപ്പം ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെ ഒരു കത്രിക എടുത്തിട്ട് കട്ട് ചെയ്തിട്ടും എടുക്കാവുന്നതാണ്. അതായത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഇലയുടെ ഭാഗം മാറ്റിയിട്ട് കട്ട് ചെയ്ത് ഇതേപോലെ എടുക്കാം. പക്ഷെ അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ നമ്മളത് കയ്യിലൊക്കെ സമയമുള്ള സമയത്ത് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടും ഇഷ്ടമുള്ള ഒരു കാര്യമായതുകൊണ്ടും അതൊരു രസമുള്ളൊരു കാര്യമായിട്ട് ചെയ്യുന്നു. അത് പെട്ടെന്ന് ചെയ്തെടുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ സമയമെടുത്ത് ചെയ്യുന്നതിൻ്റെ ഒരു ഭംഗി അത് വേറെയാണ്. അപ്പം അതുകൊണ്ട് സമയമെടുത്ത് ചെയ്താലും ഇതുപോലെ ഇങ്ങനെ എടുത്ത് ചെയ്യാൻ, ഇതൊക്കെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ കിട്ടുന്ന സമയമാണ്. കുറച്ച് സമയം ഇവിടെ സമ്മർ ഉണ്ടാവുള്ളൂ. ആ സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ് എങ്കിൽ നമ്മൾ ഇതേപോലെ സമയമെടുത്ത് അത് ചെയ്യും. എന്തായാലും ഇവിടെ വല്ലപ്പോഴും ഒക്കെ വീണ് കിട്ടുന്ന സമ്മർ ആയതുകൊണ്ടാണ് നമ്മളിത് എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യം. എന്തായാലും ഇത് നമ്മൾ ഇതുപോലെ ഇനി ഇതിന്റെ അതായത് ഈ പച്ച ഭാഗം ഇതിൻ്റെ അകത്ത് വീണു പോയത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളൊരു ചിന്തയുടെ ആവശ്യമില്ല. ഡാൻഡലിയോൺസിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് കഴിക്കാവുന്നതാണ്. അതുകൊണ്ട് അതിൽ വിഷമയമായിട്ടുള്ളത് ഒന്നും തന്നെ ഇല്ല. ചെറിയൊരു കയ്പ്പ് ഉണ്ടാകും എന്ന് മാത്രം. അതായത് ഇതിന്റെ ഇലയാണെങ്കിലും ഇതിന്റെ ഇനി വേരാണെങ്കിലും ഇതിന്റെ പൂവാണെങ്കിലും എല്ലാം തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന, നമ്മുടെ തെങ്ങ് പറയുന്ന പോലെ, അതായത് കൽപ്പവൃക്ഷം എല്ലാം ഉപയോഗിക്കാമെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ഒരു ചെടി. ഇതിൻ്റെ എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്.
അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇതിന്റെ ഇലയൊക്കെ വീണു പോയിട്ടുള്ള അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ശ്രദ്ധിച്ച് ഇതുപോലെ എടുത്താൽ മതിയാവും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇതെല്ലാം പിച്ചി കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടി പിച്ചിയപ്പോൾ ആകെ ഇത്ര ഉള്ളൂ. ശരിക്കും നമുക്ക് ഒരു പിടി എടുക്കാവുന്ന ഒന്നോ രണ്ടോ പിടി ഉണ്ടാവും ചെറിയ. ഇത്ര ഉള്ളൂ ഇന്ന് നമുക്ക് കിട്ടിയത്. എന്തായാലും നമുക്കിത് ഓറഞ്ചും കൂടിയിട്ട് ജ്യൂസ് അടിക്കാം. ഇതെല്ലാം കൂടി എടുത്തു വന്നപ്പോൾ നമ്മുടെ ഡാൻഡലിയോൺസ് ജസ്റ്റ് ഒന്ന് കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയേ ഉള്ളൂ. ഒരു ഉണ്ട ഓറഞ്ചിന്റെ അത്രയും, അല്ലെങ്കിൽ ഒരു ഓറഞ്ചിന്റെ അത്ര ഉള്ളൂ. എന്തായാലും നമുക്കിത് ജ്യൂസ് അടിച്ചിട്ടേക്കുന്നുണ്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ഡാൻഡലിയോൺ ഓറഞ്ച് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓറഞ്ചിന്റെ ടേസ്റ്റ് തന്നെയാണ്. കാരണം ഡാൻഡലിയോൺ അങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് ഓറഞ്ചിന്റെ ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ കളറിൽ ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാം. ആ ഒരു ഓറഞ്ച് കളറിൽ നിന്ന് കുറച്ചും കൂടി ഒരു ഡാർക്കിഷ് ആയിട്ടുള്ള, രണ്ടും കൂടിയുള്ള ഒരു മിക്സ് ആയിട്ടുള്ള ഒരു കളർ ഫീൽ ചെയ്യാം. പക്ഷെ ടേസ്റ്റ് ഓറഞ്ചിന്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. കാരണം മറ്റേ ഒരു വലിയ ടേസ്റ്റ് ഡാൻഡലിയോണിന് അങ്ങനത്തെ ടേസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഓറഞ്ച് ഡാൻഡലിയോൺ ജ്യൂസ്. ഇപ്പോൾ വെറുതെ ഈ ഒരു സമയത്ത് ഡാൻഡലിയോൺസ് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമുക്കിവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമായതുകൊണ്ടും അത് ഉപയോഗപ്പെടുത്തുക. പ്രകൃതി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ തരുന്നുണ്ട്. അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക നമ്മുടെ ശരീരത്തിനും നല്ലത് തന്നെയാണ്.